നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം തുടരുന്നു. ക്ഷേത്രവും പരിസരവും ഭക്തിസാന്ദ്രം. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ വൈക്കത്ത് അഷ്ടമി. ദക്ഷിണകാശി എന്ന പുകൾപ്പെട്ട ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രം അഷ്ടമി ഉത്സവ നിറവിൽ. നവംബർ 12 കൊടിയേറിയത് മുതൽ വൈക്കത്ത് നിറഞ്ഞ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നവംബർ 23 ശനിയാഴ്ചയാണ് ജനസാഗരങ്ങൾ കൊണ്ടാടുന്ന വൈക്കത്തഷ്ടമി. 9ാം ഉത്സവമായ ബുധനാഴ്ച വൈകിട്ട് നടന്ന ആനയൂട്ടിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 15 ആനകൾ അണിനിരന്നു. നെറ്റിയിൽ ഭസ്മക്കുറിയും ചന്ദനപ്പൊട്ടും തൊട്ട അലങ്കാരപ്പന്തലിന് മുന്നിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി അണിനിരന്നപ്പോൾ ക്ഷേത്ര പരിസരം ജനസാഗരമായി. ഗജരാജാക്കന്മാരായ മുണ്ടക്കൽ ശിവനന്ദൻ, മീനാട് വിനയൻ, പുതുപ്പള്ളി അർജുനൻ, കുളമാക്കിൽ പാർത്ഥസാരഥി, വേമ്പനാട് അർജുനൻ, മച്ചാട് അയ്യപ്പൻ, അക്കാവിള വിഷ്ണുനാരായണൻ, കാളകുത്തൽ കണ്ണൻ, ആദിനാട് സുധീഷ്, പല്ലാട്ട് ബ്രഹ്മദത്തൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, കണ്ടിയൂർ പ്രേംശങ്കർ, കോട്ടക്കാട്ട് കണ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, പോളക്കുളം വിഷ്ണുനാരായണൻ എന്നീ ആനകളാണ് അണിനിരുന്നത്. തുടർന്ന് കേരളത്തിലെ പ്രശസ്ത മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചാരിമേളം ഭക്തരിൽ ആനന്ദാനുഭൂതി പകർന്നു. പത്താം ഉത്സവമായ 21 വ്യാഴാഴ്ചയാണ് പ്രാധാന്യമേറിയ വലിയ ശ്രീബലിയും രാത്രി 11 വലിയ വിളക്കും നടക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ KR ശ്രീലത, അസിസ്റ്റന്റ് കമ്മീഷണർ MG മധു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ V ഈശ്വരൻ നമ്പൂതിരി, SNDP യൂണിയൻ പ്രസിഡന്റ് P ബിനേഷ് തുടങ്ങിയവർ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. വിൻ മീഡിയ, വൈക്കം.